بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين. أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ ഈ മഹലിൻ്റെ അധ്യക്ഷൻ, നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനുമായ ബഹുമാന്യനായ സുലൈമാൻ സാഹിബ്, അനുഗ്രഹീതമായ സദസ്സിൽ സ്വാഗതം പറഞ്ഞ മഹലിൻ്റെ കാര്യദർശി ഷമീർ സാഹിബ് അടക്കമുള്ള മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, സഹോദരങ്ങൾ, ബഹുമാന്യനായ സുഹൃത്ത് അബ്ദുൽ അസീസ് ഉസ്താദ് അടക്കമുള്ള പണ്ഡിത ശ്രേഷ്ഠർ, ഈ വർഷം പുണ്യ ഹജ്ജ് കർമ്മത്തിനായി നമ്മളിൽ നിന്നും നമ്മുടെ പ്രതിനിധികളായി അള്ളാഹുവിലേക്ക് യാത്ര തിരിക്കുന്ന ബഹുമാന്യരായ ഹാജിമാർ, ഹാജ ഉമ്മമാർ, അള്ളാഹു തആല നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹറം ഷരീഫ് നിരവധി അത്ഭുതങ്ങളുടെ കലവറയാണ്. ഏറ്റവും വലിയ മഹാത്ഭുതം കഅബയാണ്. നമ്മളതേക്കുറിച്ചൊരു ചർച്ച സമീപസമയം കഴിഞ്ഞതേ ഉള്ളൂ. നിർമ്മാതാവ് ആരെന്ന് പോലും പറയാതെ വളരെ ഗോപ്യമായ രീതിയിൽ കഅബയുടെ ആദ്യഘട്ടങ്ങളെക്കുറിച്ച് പോലും പരിശുദ്ധ ഖുർആൻ മനോഹരമായ വാക്കുകളിൽ അവതരിപ്പിക്കുമ്പോൾ, കഅബ ഷരീഫിന്റെ ചരിത്രത്തെക്കുറിച്ച് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും അഭേദ്യ ബന്ധം പുലർത്തുന്ന, കറുത്ത കില്ലകളാൽ പൊതിഞ്ഞു വച്ചിരിക്കുന്ന ആ ചെറിയ കെട്ടിടം മാസ്മരികമായ പലതിനെയും ഉൾക്കൊള്ളുമ്പോൾ എത്ര പറഞ്ഞാലും തീരാത്ത മഹാത്ഭുതം തന്നെയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹറം ഷരീഫിലെ ആദ്യത്തെ അത്ഭുതം. അതിന്റെ പരിസരങ്ങളിൽ പിന്നെയും നമുക്ക് ധാരാളം അത്ഭുതങ്ങൾ കാണാൻ കഴിയും. കഅബ ഉൾക്കൊള്ളുന്ന ആ ഹറമിന്റെ ചുറ്റിലുമായി ദിനം പ്രതി 120 പ്രത്യേക നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ പെയ്തുറങ്ങുന്നുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ മാത്രം വരുന്ന 120 അനുഗ്രഹങ്ങളുണ്ട്. 120 അല്ലാഹു നമുക്ക് തരട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഇമാം തുബ്രാനി അവിടുത്തെ അൽ മുഅ്ജമുൽ കബീറിൽ ഉദ്ധരിക്കുന്നതായി കാണാം. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുൻസിലുല്ലാഹു കുല്ല യൗമിൻ 20 വമിഅത റഹ്മ 60 മിൻഹാ ലിത്തവാഫീൻ. 120ഓളം വരുന്ന അനുഗ്രഹങ്ങൾ എല്ലാ ദിവസവും അല്ലാഹു ഹറമിലേക്ക് സ്പെഷ്യലായി ഇറക്കുന്നുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പോകുന്നവർ ഒന്ന് അറിഞ്ഞിരിക്കണം, നല്ലതാണ്. അത് പെരുമ്പള്ളിച്ചിറയിൽ ഇറങ്ങിക്കൊള്ളണമെന്നില്ല, അത് തൊടുപുഴയിലില്ല, അത് എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ പള്ളിയിലില്ല, അത് ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ മജ്‌ലിസിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നാം കാണുന്ന ഒരിടത്തും അതൊരു പക്ഷെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് പരിശുദ്ധ ഹറമിലേക്ക് മാത്രം ഇറക്കുന്ന 120 അനുഗ്രഹം. അത് അവിടെ പോയാലേ കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ 120-ൽ 60 അള്ളാഹു കൊടുത്തിരിക്കുന്നത് തവാഫ് ചെയ്യുന്നവർക്കെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 120-ൽ നിന്നും 60 തവാഫ് ചെയ്യുന്നവർക്ക് കൊടുത്തു. പിന്നെ ഒരു 40 കഅബയുടെ ചുറ്റും ഇഅ്തികാഫിരിക്കുന്ന കുറെ ആളുകളുണ്ട്, അവർക്ക് കൊടുത്തു. 20 മിൻഹാ ലിന്നാദിരീന ഇലൽ ബൈത്ത്.
20 റഹ്മത്ത് കഅബയിലേക്ക് നോക്കിയിരിക്കുന്നവർക്ക് കൊടുത്തു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തബ്രാനി അൽ മുഅ്ജമുൽ കബീറിൽ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. 120 റഹ്മത്ത് ഇറങ്ങുന്ന ഹറമിൽ 60 തവാഫ് ചെയ്യുന്നവർക്കെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ ഹാജിമാരോട് അല്ലെങ്കിൽ ഹജ്ജ് ആഗ്രഹിക്കുന്നവരോടെന്ന് പറയാണ്, ഹജ്ജിനായാലും ഉംറക്കായാലും അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഒരു 50 തവാഫ് അവിടെ ചെയ്തിട്ട് പോരാൻ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. 50 തവാഫ് എന്ന് പറഞ്ഞാൽ 7 ചുറ്റിലാണ് ഒരു തവാഫ്. 7 ചുറ്റിലുകൾക്ക് ഒരു തവാഫ് എന്ന് കണക്ക് വെച്ചാൽ അങ്ങനെ 50 തവാഫ്. അത് പ്രത്യേക ശ്രേഷ്ഠതയാണ്. ഹജ്ജിന് പോകുന്ന ആളുകൾ ആരോഗ്യം നഷ്ടപ്പെടുത്തി വളരെ തീക്ഷ്ണമായ രീതിയിൽ റിസ്ക് എടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ വിയർക്കുന്നതിനേക്കാൾ കൂടുതൽ വിയർക്കുകയും സാധാരണ അനുഭവിച്ച തണുപ്പിനേക്കാൾ വലിയ തണുപ്പ് അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. AC ഒക്കെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത തണുപ്പായിരിക്കും. പെട്ടെന്ന് നമ്മുടെ ശരീരം പോഷകമൂല്യമുള്ള ഭക്ഷണം കിട്ടുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ ആഗ്രഹിച്ച ആ ഞായറാഴ്ചയിൽ മുടങ്ങാതെ ഇറച്ചി കഴിക്കുന്ന ശീലമൊന്നും അവിടെ ചെന്ന ഒരു പക്ഷം ഉണ്ടായിക്കൊള്ളുന്നില്ല. അതനുസരിച്ചുള്ള ആരോഗ്യസ്ഥിതിയിലെ ഏറ്റവ്യത്യാസങ്ങൾ അനുസരിച്ച് നമ്മൾ അധ്വാനിക്കാൻ അധ്വാനിക്കണം ഒക്കെ വേണം. അതിന്റെ കൂടെ തന്നെ ശരീരത്തിന്റെ ആരോഗ്യം ഈ 40 ദിവസത്തേക്ക് ശ്രദ്ധിക്കണം. ആരോഗ്യം ഉണ്ടെങ്കിലേ അമല് ചെയ്യാൻ പറ്റും. 50 തവാഫ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇമാം തുർമുദിയുടെ ജാമിഉൽ ഒരു ഹദീസ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ തവാഫ ബിൽ ബൈത്തി 50 മറത്തൻ ഖറജ മിൻ ദുനൂബിഹി കയൗമി വലദത്ഹു ഉമ്മുഹു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 50 തവാഫ് ചെയ്യാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ ഉമ്മ പ്രസവിച്ച വിശുദ്ധി അവന്റെ പാപം പൊറുക്കുന്ന രീതിയിൽ അവന് കരസ്ഥമാക്കാൻ പറ്റുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ ഇത്തവണ ഹജ്ജിന് പോയി ഒരു 10-20 എണ്ണം ചെയ്യാനേ പറ്റുള്ളൂ. തീരുമാനിക്കുക, പടച്ചോനെ ബാക്കി പൂർത്തീകരിക്കാൻ എനിക്ക് ഇനിയും വന്നം ദ്വാരക്ക, അന്ന് അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും, പിന്നെയും പോവും. ഹറം ഷരീഫിലെത്തിയാൽ 50 തവാഫ് പലവട്ടം ചെയ്യുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിയും. അതിനുള്ള സന്ദർഭമൊക്കെ ആലോചിച്ചു കൊണ്ടുപോകണം. മാത്രമല്ല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിലെ ഹജ്ജ് കഴിഞ്ഞ ഹറമിന്റെ പരിസരത്ത് നിന്ന് ആളുകളെ വേഗം പറഞ്ഞയക്കും. ഇത് കുറച്ചേരൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കണ്ടു കഴിയുമ്പോൾ ആ ബഹുമാനം അങ്ങോട്ട് പോകും. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈമാൻ അപകടത്തിലാകുന്ന ഒരു ഘട്ടമാണ് എന്ന് നാം മനസ്സിലാക്കാം. ഹറമിൽ അമലിനെ ഇരട്ടിക്കൂലി എന്നുള്ള വഴല നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇവിടുന്ന് അവിടെ ചെന്ന ഇരട്ടിക്കൂലി കരസ്ഥമാക്കാൻ ചെല്ലുന്നതിന്റെ കൂടെ തന്നെ ഇരട്ടി ശിക്ഷ കിട്ടുന്ന പണിയും നമ്മൾ ചെയ്യാറുണ്ട്. സ്വാഭാവികമായും ഹജ്ജിന് പോകുന്ന ഫാമിലി അവിടെ ചെല്ലുമ്പോൾ റൂം ഡിവൈഡ് ചെയ്യുമ്പോൾ 4 പേർക്ക് 2 സ്ത്രീകളും ഇപ്പൊ ഉമ്മയും വാപ്പയും മകളും മരുമകനും അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ മോനും മരുമകളും അങ്ങനെയാണെങ്കിൽ 4 പേർക്കൊരു റൂം കിട്ടിയാൽ നമ്മൾ സന്തോഷമായിരിക്കും. അപ്പോഴുണ്ട് അപ്പുറത്തെ റൂമില് വന്നിരിക്കുന്ന 4 പേര് പരസ്പരം ഒരു റൂമിൽ കിടക്കൽ ഹറാമാകുന്ന രീതിയിലുള്ള ബന്ധമുള്ള ആളുകൾ, തികച്ചും അന്യരാണെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവോ എന്ന് അവര് വന്ന് നമ്മളോട് ചോദിക്കാം ഒരു പക്ഷെ. അപ്പോ ഈ റൂമിലെ 2 ആണുങ്ങൾ അങ്ങോട്ടും, ആ റൂമിൽ നിന്ന് 2 പെണ്ണുങ്ങൾ ഈ റൂമിലെ 2 പെണ്ണുങ്ങളുടെ കൂടെയും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു പക്ഷേ ഫസ്റ്റ് ഈമാൻ ബാത്തിലാകുന്നത് ആ ഭാഗത്ത്. ഞങ്ങൾക്ക് ഇത് കിട്ടിയത് ഞങ്ങൾ ആർക്കും തരില്ല, ആ രീതിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ ഒരിക്കലും തയ്യാറാവില്ല. ഇതൊക്കെ തന്നെയാണ് ഹജ്ജ് ബാത്തിലാക്കുന്ന പരിപാടികൾ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ഹജ്ജിന് അല്ലെങ്കിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഹറമിൽ അമലുകൾക്ക് ഇരട്ടി പ്രതിഫലം എന്ന പരിഗണന തന്നെ ഹറമിൽ വെച്ച് തെറ്റ് ചെയ്യുമ്പോഴും ഇരട്ടി എന്ന രീതിയിലാണ് അത് രേഖപ്പെടുത്തുക. ഒരിക്കലും അള്ളാഹുവിന്റെ രീതി അങ്ങനെയല്ല. ഇമാം നബവി അവിടുത്തെ ഫിഖ്ഹിന്റെ ചർച്ചകളിലൊക്കെ കൊണ്ടുവരുന്നുണ്ട്, ഹറമിൽ തെറ്റ് ചെയ്യുന്ന ആൾക്ക് ഹൃദയത്തിൽ ഒരിക്കലും ഈമാൻ കയറില്ല എന്നാണ്. അവിടെ തെറ്റ് ചെയ്യോ ഉസ്താദെ? ഒരിക്കൽ ഒരാളെ പോക്കറ്റ് അടിച്ചതിന്റെ പേരിൽ പോലീസുകാർ പിടിച്ചുകൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അകന്ന് തവാഫ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പുരുഷന്മാരുമായി ഇടകലരൽ ഇസ്ലാമിക തത്വാധിഷ്ഠിതമായ കാര്യങ്ങളിലൊക്കെ ഹറാമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. പക്ഷെ അവിടെ ആ ഒരു നിയന്ത്രണത്തിന്റെ കവചം എടുത്തു മാറ്റി നമ്മൾ സ്വയം നിയന്ത്രിതരാവണം. പുരുഷരാവട്ടെ അർദ്ധ നഗ്നർ എന്ന് പറയാവുന്ന ഒരു പ്രാകൃത വേഷത്തിലും, സ്ത്രീകൾക്ക് മുഖവും മുൻകൈയും മറയ്ക്കാൻ പാടില്ല എന്ന ഒരു സൗകര്യത്തിലുമൊക്കെയായി
ഇടകലരുന്ന തിക്കലും തിങ്ങലും കൂടുന്നോടത്ത് സ്ത്രീകളോട് അകന്ന് തവാഫ് ചെയ്യാനാ പറഞ്ഞത്. ഹജറുൽ അസ്വദ് തൊട്ട് മുത്തിയില്ലെങ്കിൽ എനിക്ക് ഹജ്ജ് കിട്ടിയില്ല, ഉംറ ശരിയായില്ല എന്നൊരു തോന്നൽ എല്ലാവർക്കും ഉള്ളത്. അങ്ങനെയല്ല. ആ കോമ്പൗണ്ടിൽ എത്തിയിട്ട് കൈയൊന്ന് പൊക്കിയിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ പറയലോടുകൂടെ ഹജർ മുത്തിയതിന് തുല്യ. നമ്മൾ കാണൽ പുണ്യമുള്ള ഒരു കാര്യമാണ് ഹജറുൽ അസ്വദ്. പക്ഷെ അവിടെ തിരക്ക് വെക്കരുതെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറഞ്ഞു, ഉമറേ, താങ്കൾ ചെല്ലലോടുകൂടെ ജനങ്ങൾ വകഞ്ഞു മാറും തന്നെ, തനിയെ ജനങ്ങൾ അകന്നു പോകും. ഉമറാണ് വരുന്നതെന്ന് അറിഞ്ഞാൽ ഒരു പക്ഷേ. എന്നാലും ഉമറേ, ആ തിരക്കിന്റെ ഇടയിലേക്ക് അങ്ങ് ഇടിച്ചു കയറരുതെന്നൊരു പ്രത്യേകമായ ഉപദേശം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തതായി മഹാന്മാരായ ഉലമാ പഠിപ്പിക്കുന്നുണ്ട്. ഹറമിൽ ഒരുപാട് സൂക്ഷിക്കണം. വർത്തമാനങ്ങൾ, ഏതെങ്കിലും ഒരു ഹാജിയുടെ പെരുമാറ്റത്തിൽ നമുക്ക് അനിഷ്ടകരമായ എന്തെങ്കിലും അനുഭവപ്പെട്ടാൽ ഉടനെ തന്നെ അയാള് ശരിയല്ല, അത് പറയരുത്. അവിടെ പോയി ഗീബത്ത് പറയരുത്. ഹറം ബൗണ്ടറിയുടെ അകത്ത് വരുന്ന പ്രദേശങ്ങൾ മുഴുവനും മസ്ജിദുൽ ഹറമിന്റെ പരിഗണന ഉള്ളതാണ്. നമുക്ക് ഹറം ബൗണ്ടറി എന്ന് പറയുന്ന കിലോമീറ്ററുകൾ വ്യാപിച്ചു കിടക്കുന്ന ബൗണ്ടറിയുടെ അകത്ത് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിന് മസ്ജിദുൽ ഹറമിന്റെ പരിഗണന തന്നെ ഉണ്ട്. അതുകൊണ്ട് പള്ളിയിൽ തന്നെ പെണ്ണ് പോവണം എന്ന് വാശി പിടിക്കേണ്ടതില്ല. റൂമിൽ നിസ്കരിച്ചാലും മഹാനായ ഇമാം നവവി അവിടുത്തെ ശറഹുൽ മുഹദ്ദബിൽ അത് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹജ്ജുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളിലേക്ക് അത് വിശകലനം ചെയ്യപ്പെട്ടിട്ടുണ്ടാകും, നിങ്ങളത് കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ ഭാഗത്തേക്ക് കടന്നു വരുന്നില്ല. ഹറമിൽ ഒരാൾ അമൽ ചെയ്യുമ്പോൾ ഇരട്ടിക്കൂലി എന്ന പോലെ തന്നെ തെറ്റിനും ഇരട്ടി പരിഗണനയുണ്ട്. മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് തെറ്റിനൊരിക്കലും അല്ലാഹു ഇരട്ടി ശിക്ഷ എന്ന രീതിയിൽ വെച്ചിട്ടില്ല എന്നാണ്. പക്ഷെ ഹറമിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഒരു ഹദീസ് പറയാം. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം അവരുടെ സ്വഹീഹുകളിൽ രേഖപ്പെടുത്തുന്നു, ഇന്നല്ലാഹ കതബൽ ഹസനാതി വസ്സയ്യിആതി സുമ്മ ബയ്യന ദാലിക ഫമൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹാ കതബഹല്ലാഹു തബാരക വതആല ഇൻദഹു ഹസനതൻ കാമില. ഒരാൾ ഒരു നന്മ ചെയ്യാൻ തീരുമാനിച്ചു, നന്മ ചെയ്യാൻ തീരുമാനിച്ചേ ഉള്ളൂ, നന്മ ചെയ്തില്ല, പക്ഷെ അവൻ നന്മ ചെയ്ത കൂലി, ഒരു നന്മയുടെ കൂലി രേഖപ്പെടുത്തി എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു രേഖപ്പെടുത്തി. എന്തുകൊണ്ട്? അവൻ നന്മ ചെയ്യാൻ വിചാരിച്ചല്ലോ. ഒരാളൊരു തെറ്റ് ചെയ്യാൻ വിചാരിച്ചു, തെറ്റ് ചെയ്തില്ല, എന്നാൽ തെറ്റ് ചെയ്തില്ല എന്നതിന്റെ പേരിൽ അവനൊരു നന്മ രേഖപ്പെടുത്തുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റ് ചെയ്യാൻ വിചാരിച്ചു, തെറ്റ് ചെയ്തില്ല എന്നതിന്റെ പേരിൽ തെറ്റ് ചെയ്യാത്തവനാണല്ലോ, ആ തീരുമാനം തിരുത്തിയതിന്റെ പേരിൽ ഒരു നന്മ. ഇതാണ് അള്ളാന്റെ സിസ്റ്റം. പക്ഷെ ഹജ്ജിൽ അങ്ങനെയല്ല. കേട്ടോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന കഫറൂ വയസുദ്ദൂന അൻ സബീലില്ലാഹി വൽ മസ്ജിദിൽ ഹറാം അല്ലദീ ജഅൽനാഹു للناس سواء العاكف فيه والباد ومن يرد فيه بإلحاد بظلم نذقه من عذاب أليم. سورة الحج. എന്തെങ്കിലും ഒരു തെറ്റിയാന്ന് ചിന്തിച്ചുള്ളൂ, എന്നാലും അള്ളാഹുവിന്റെ ശിക്ഷ ആ ചിന്ത ഹറമിലായതിന്റെ പേരിൽ ഉണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ. നേരത്തെ പറഞ്ഞ ഹദീസ് മറക്കണ്ട. തെറ്റ് ചെയ്യാൻ ചിന്തിച്ചു, പക്ഷെ തെറ്റ് ചെയ്തില്ല, തെറ്റ് ഒഴിവാക്കി എന്ന തീരുമാനത്തിലേക്ക് അവന് ആ തെറ്റ് ചെയ്യാൻ ചിന്തിച്ച ആൾക്ക് പോലും ഒരു നന്മ രേഖപ്പെടുത്തു എന്ന് പറഞ്ഞോടുത്തുന്ന ഇതും ചർച്ച ചെയ്യേണ്ടത് അത്രയും പവിത്രമാണ്. പേടിപ്പിക്കല്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കഅബ അത്ഭുതമാണ്, ഹറമിൽ പെയ്തിറങ്ങുന്ന റഹ്മത്ത് അത്ഭുതമാണ്. ഇനി കേട്ടോളൂ, മഖാം ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു കല്ല് കാണാം. അവിടെ സ്വർണത്തിന്റെ ഒരു കവറൊക്കെ വെച്ചിട്ട് നല്ല ഒരു ചെപ്പൊക്കെ വെച്ച് അതിന്റെ അകത്ത് ഇങ്ങനെ കാണാൻ കഅബയുടെ മുറ്റത്ത് തന്നെ. ഫീഹി ആയാതും ബയ്യിനാതും മഖാം ഇബ്രാഹിം വമൻ ദഖലഹു കാന ആമിന വലില്ലാഹി അലൻ നാസി ഹജ്ജുൽ ബൈതി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ. സ്വർഗ്ഗത്തിലെ രണ്ട് കല്ലവിടെ ഉണ്ട്. ഒന്ന് ഹജറുൽ അസ്വദാണ്, ഒന്ന് മഖാം ഇബ്രാഹിമാണ്. നമ്മൾ നമ്മുടെ നാട്ടിൽ കണ്ട ചാമപുതിയം പാറയല്ലത്, നല്ല വിവേകമുള്ള കല്ലുകളാണിത്. കല്ലിന് വിവേകമുണ്ടോ? കരയുന്ന കല്ല് എത്രയാ ഉള്ളത്? കല്ലിന് വിവേകമുണ്ട്. മനുഷ്യന്റെ വിവേകം അഖിലം കല്ലിനുണ്ടെന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ട്? മഹാനായ ഈസാ അലൈഹിസ്സലാം നടന്നു പോകുമ്പോ
ഒരു കല്ലിൽ നിന്നും വെള്ളം വരുന്ന കണ്ടു. അള്ളാഹുവോട് അനുവാദം ചോദിച്ചു, കല്ലോടൊന്ന് സംസാരിക്കണം. അള്ളാഹു അനുവാദം കൊടുത്തു. ചോദിച്ചെന്തിനാ നീ കരയണത്? ഒന്നുമില്ല, അള്ളാഹുവിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടല്ലോ, നരകത്തിൽ കത്തിക്കപ്പെടുന്നത് കല്ലിനെയും മനുഷ്യന്റെ ശരീരത്തെയും എന്ന്. ആ കത്തിക്കപ്പെടുന്ന കല്ലുകളുടെ കൂട്ടത്തിൽ ഞാനുണ്ടാവോ എന്നൊരു പേടിയാ എന്നെ ഈ കരയിപ്പിച്ചത്. അള്ളാഹുവോട് ഈസ നബി ദുആയിരുന്നു, ഈ കല്ലിനെ ആ നരകത്തിന്റെ കല്ലുകളിൽ പെടുത്തല്ലേ, സ്വർഗത്തിലേക്ക് വിട്ടേക്കണേ എന്ന് ദുആയിരുന്നു സയ്യിദനാ ഈസ അലൈഹിസ്സലാം. മഹാനായ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ അൽ ഗുനിയത്തു ലി ത്വാലിബി ത്വരീഖിൽ ഹഖ് എന്ന് പറയുന്ന കിതാബിൽ ഈ സംഭവം കാണാം. ഈസ നബി നടന്നുപോയി, കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വന്നു. വീണ്ടും അതേ കല്ലിൽ നിന്നും വീണ്ടും വെള്ളം വരുന്നു. എന്തിനപ്പ കല്ല് കരയുന്നത്? അള്ളാഹുവോട് ചോദിച്ചു, സംസാര ശക്തി കൊടുത്തു, കല്ലുമായി സംവദിച്ചു. കല്ല് പറഞ്ഞു, സ്വർഗം എനിക്ക് കിട്ടിയല്ലോ, ഞാൻ അള്ളാഹുവോട് നന്ദി രേഖപ്പെടുത്തി അവന്റെ അനുഗ്രഹത്തെ ഓർത്തപ്പോ കരഞ്ഞു പോയതാ എന്ന് കല്ലിന്റെ വിവേകത്തെ കുറിച്ച് വാചാലനായി സയ്യിദനാ ഈസ. കല്ലങ്ങനെയാണ്, കല്ല് കരയുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചു. പരിശുദ്ധ ഖുർആൻ സദഖത്തുല്ലാഹിൽ ഖാഹിരി റഹ്മത്തുള്ളാഹി അലൈഹി കായൽ പട്ടണത്തിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആ പള്ളിയുടെ മുകളിൽ ആ പള്ളി ശില കൊണ്ടുണ്ടാക്കിയതാ. ആകെ കല്ലാണ്, കണ്ടിട്ടില്ലേ? ഒരു കല്ല് ആ പള്ളിയുടെ മുകളിൽ പണി തീർന്നിട്ടൊരു കല്ല് ബാലൻസ് ഇരിപ്പുണ്ടായി. ആ കല്ല് അവിടെ ഇരുന്നു കൊണ്ട് ഈ ദറസ് കേട്ട് കരയുമായിരുന്നു. കരഞ്ഞ് 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 അവസാനം ആ കല്ല് തേഞ്ഞു പോയെന്ന ചരിത്രത്തിലുള്ളത്. കല്ല് ആദരവ് കൊണ്ട് മഹാന്മാരുടെ മുന്നിൽ ഒന്നും അല്ലാതെയാവുന്നത്. ഒരു ഹദീസ് പറയാം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു أنه قال صعد النبي صلى الله عليه وسلم أحدا وأبو بكر وعمر وعثمان فرجف بهم أحد فقال النبي صلى الله عليه وسلم اثبت أحد إنما عليك نبي وصديق والشهيدان سيدنا رسول الله صحيح البخاري صحيح مسلم. ഒരു കല്ല് കരഞ്ഞു എന്നതാ അത്ഭുതം. കല്ല് വിറച്ചു. എപ്പോഴാ? അനസ് റളിയല്ലാഹു അൻഹു പറയാം, ഞാനിങ്ങനെ നോക്കി നിൽക്കുക, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദിന്റെ മുകളിലേക്ക് കയറാം. പുറകെ അബൂബക്കർ ഉണ്ട്, ഉമർ ഉണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഫറജഫ ബിഹിം ഉഹദ്. ഇവരങ്ങ് കയറിയതോടുകൂടെ കല്ല് വിറയ്ക്കാൻ തുടങ്ങി, ഉഹദ് വിറയ്ക്കാൻ തുടങ്ങി. ഏതായാലും വിറച്ചു പോയപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇന്നമാ അലൈക നബിയ്യുൻ. കല്ലേ നീ വിറയ്ക്കല്ലേ ഉഹദേ, നീ അടങ്ങണേ ഉഹദേ. നിന്റെ മുകളിൽ പാദമുറപ്പിച്ചത് അള്ളാഹുവിന്റെ നബിയാ, മഹാനായ സിദ്ദീഖ വശഹീദാനി ഖാല റസൂലുള്ളാഹി. പിന്നീട് ഷഹീദാവാനുള്ള രണ്ടാള്. എന്താ ഉസ്താദേ? കല്ല് വിറയ്ക്കുന്നല്ലോ, പൊട്ടിത്തെറിക്കും. അങ്ങനെ ഖുർആൻ പറഞ്ഞു. ഇങ്ങനത്തെ അത്ഭുതത്തിന്റെ രണ്ട് കല്ല് അവിടെ ഉണ്ട്. കല്ലുകളുടെ നേതാക്കളാ രണ്ട് കല്ല്. ഖാല റസൂലുള്ളാഹി. ഹറം ചില്ലറ സ്ഥലമല്ല, കല്ലല്ല, പർവ്വതം പൊട്ടിത്തെറിക്കുമെന്ന് ഖുർആൻ. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. എന്താ പറഞ്ഞത്? ഈ ഖുർആന്റെ അവതരണം ഒരു കല്ലിന്റെ മുകളിലല്ല, ഒരു പർവ്വതത്തിലാണെങ്കിൽ പരിശുദ്ധ ഖുർആൻ. ഈ ഖുർആനോടുള്ള ആദരവ് കൊണ്ട് പർവ്വതം പൊട്ടിത്തെറിക്കും എന്ന് ഖുർആൻ. ആദരവ് കൊണ്ട് പർവ്വതം പൊട്ടോ? പർവ്വതം പൊട്ടും. ഒരു പർവ്വതത്തിൽ പൊട്ടിത്തെറി ഉണ്ടാവണമെങ്കിൽ പർവ്വതത്തിന്റെ അകത്ത് 5000 ഡിഗ്രി സെൽഷ്യസിന്റെ താപം വരണം. അത്രയും വലിയൊരു ടെമ്പറേച്ചർ, മർദ്ദം കൊണ്ട് പർവ്വതത്തിന്റെ അകത്തുണ്ടായാല പർവ്വതം പൊട്ടൂ. ഇത് ശാസ്ത്ര. എപ്പോഴാ നമ്മൾ വിയർക്ക? ചൂടെടുക്കുമ്പോൾ. പേടി വന്നാലൊന്ന് വിയർക്കും. പേടി വന്നപ്പോൾ വിയർത്തു. വലമ്മാ ജാഅ മൂസാ ലിമീഖാതിനാ വകല്ലമഹു റബ്ബുഹു ഖാല റബ്ബി അരിനീ അൻദുർ ഇലൈക قال لا تراني ولكن انظر إلى الجبل فإن استقر مكانه فسوف تراني. തുർസിനാ പർവ്വതം
ആകാശം മുട്ട നിന്ന് അമ്പിളിയോട് കിന്നാരം പിണയുന്ന പാറക്കെട്ടിന്റെ മലമടക്കുകൾ ഇങ്ങനെ നിന്നുകൊണ്ട് മൂസ നബി അള്ളാഹുവോട് സംസാരിക്കാൻ പോകുന്ന സന്ദർഭത്തിന് സാക്ഷിയാവാ. അള്ളാഹുവോട് ചോദിച്ചു, അരിനി അല്ലാഹുയിലേക്ക്, അല്ലാഹ് നിന്നെ ഒന്ന് കാണിച്ചേ, ഞാനൊന്ന് നോക്കട്ടെ. അല്ലാഹ് പറഞ്ഞു, ലൻ തറാനി, എന്നെ കാണാൻ പറ്റൂല, തീർച്ചയായും അങ്ങേക്ക് പറ്റൂല. വലാകിൻ ഇൻദുർ ഇലൽ ജബല, പർവതം അവിടെ ഉണ്ടെങ്കിൽ ഫസൗഫ തറാനി, പിന്നെ കാണാൻ പറ്റും, ഉടനെ കാണാൻ പറ്റും. കുറേ നേരം നോക്കി. فلما تجلى ربه للجبل جعله دكا, അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ തജല്ലിയത്ത് വന്നപ്പോ, തജല്ല എന്ന് പറഞ്ഞ വെളിച്ചം, പാറാന്ന് അതിനർത്ഥം. ഒരു രാത്രി സമയത്ത് ഒരു കയറ്റം കയറുന്ന വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ബ്രൈറ്റിലിട്ട് കഴിഞ്ഞാൽ ആ കയറ്റത്തിന്റെ അപ്പുറത്ത് നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ എന്തോ അവിടെ നിന്നൊരു വെളിച്ചം ഇങ്ങനെ മുകളിലേക്ക് കയറി വരുന്നു. വേണ്ട, ടോർച്ച് ആകാശത്തേക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തോ ഒന്ന് പോകുന്ന പോലെ തോന്നും. അതിനെ തജല്ല പറയാ. അത് പോട്ടെ, ഓടുപൊട്ടി ഇപ്പൊ കോഴിമുട്ടയുടെ ആകൃതിയിൽ എന്തോ ഒരു വെളിച്ചം പെരക്കകത്ത് തോന്നുന്നു, ഓർമ്മയുണ്ടോ? അത് നിലത്ത് വീഴുമ്പോൾ വെളിച്ചമുണ്ടോ, പക്ഷെ അതിങ്ങനെ വരുന്നൊരു ചാല് നമുക്ക് കാണാൻ പറ്റും. ആ ചാലിന് പറയുന്നതാണ് തജല്ല. ഖുർആന്റെ പ്രയോഗം അങ്ങനെയാണ്. അത് കണ്ടുള്ളൂ. അപ്പോഴേക്കും അമ്പിയാക്കളിലെ ചങ്കൂറ്റത്തിന്റെ പ്രതീകം നിലംപതിച്ചു. പർവ്വതം പൊട്ടിത്തെറിച്ചത് കണ്ടിട്ട്, പർവ്വതം എന്തുകൊണ്ടാണ് പൊട്ടിത്തെറിച്ചത്? അള്ളാഹുവോടുള്ള ആദരവ് കൊണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ ഖലീലിനോടുള്ള ആദരവ് കൊണ്ട് ഒരു കല്ല്, സ്വർഗത്തിന്റെ ശില, ദൃഢമായ ശില അലിഞ്ഞു പോയി. അള്ളാഹുവിന്റെ ഖലീല്, ഹജ്ജിന്റെ വിളയാളം നടത്തിയ ഖലീല് സയ്യിദുനാ ഇബ്രാഹിം. കല്ലിനെ പറ്റി പിന്നൊരു സമയത്ത് പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ ഇബ്രാഹിം നബിയുടെ പാദം സ്പർശിച്ച ആ കല്ല് ദൃഢമായ കല്ലാണ്. എങ്ങനെയാണ് മഖാമ ഇബ്രാഹിം കഅബയുടെ മുറ്റത്ത് വന്നത്? മഖാമ ഇബ്രാഹിം BC 2000 സയ്യിദുനാ ജിബ്രീൽ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറക്കിയ കല്ലാണ്. അതിന്റെ മുമ്പ് വന്ന കല്ലാണ് ഹജറുൽ അസ്വദ്. സയ്യിദുനാ ആദം അലൈഹിസ്സലാം സ്വർഗത്തീനാഥൻ നബി കൊണ്ടുവന്ന സാധനമാണ് ഹജറുൽ അസ്വദ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സ്വർഗത്തീനാഥൻ നബി 3 സാധന കൊണ്ടുവന്നത്. സൂറത്തുൽ ഹദീദിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം അഹ്മദ് ബിൻ മുഹമ്മദ് സാവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, സ്വർഗത്തീനാഥൻ നബി കൊണ്ടുവന്നത് ഒന്ന് അസാ മൂസ നബി പിൽക്കാലത്ത് ഉപയോഗിക്കാനുള്ള ആ വടി സ്വർഗത്തീനാഥൻ നബി അന്നേ കൊണ്ടുവന്നതാണ്. പക്ഷെ ആദം നബിയുടെ കയ്യിൽ അത് വടിയായേ ഉണ്ടായുള്ളൂ. അൽ മുഅ്ജിസത്തുൽ കുബറയായി മൂസ നബിയുടെ കയ്യിൽ വന്നപ്പോഴാണ്. ഇപ്പോഴും ആ വടിയുണ്ട്, തുർക്കിയിലുണ്ട്. ആ വടി ഇപ്പോഴും തുർക്കിയിലെ മ്യൂസിയത്തിലുണ്ട്. ആദം നബി സ്വർഗത്തിലെ ആജ് എന്ന് പറയുന്ന മരത്തിന്റെ ഒരു ശിഖരം വെട്ടിയിട്ടിങ്ങ് പോന്നു. വടി ഒരു മഹാന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുന്ന. മമ്പ്രന്തങ്ങള് കയ്യിലെപ്പോഴും വടിയുള്ള ആളായിരുന്നു. മഹാനവരകള് അങ്ങനെ വന്ന നാട്ടുകള് മഖാമില് സിയാറത്ത് ചെയ്തപ്പോ അവിടുത്തെ മീസാങ്കൽ ഇങ്ങനെ വളരുന്ന, ഇത് ബുഖാരിലില്ല, നാട്ടുകളിൽ പോയാൽ കാണാം. ഹൈവേയുടെ സൈഡ്, മണ്ണാർക്കാട് പെരിന്തൽമണ്ണ റൂട്ടില്, കോഴിക്കോട് പാലക്കാട് ഹൈവേയുടെ സൈഡിൽ നാട്ടുകൾ മഖാമില് അവിടുത്തെ അന്ത്യവിശ്രമം കൊള്ളുന്നവരുടെ മീസാങ്കൽ ഇങ്ങനെ ഖബറിന്റെ മുകളിൽ ഇങ്ങനെ വളരണ കണ്ട് മമ്പറന്തങ്ങൾ ആ വടി വെച്ച് അടിച്ചെന്ന അതിന്റെ ഒരു കഷ്ണം റോട്ടിലേക്ക് വീണ് കിടപ്പുണ്ട്, പോയാൽ കാണാം. അതും വളർന്നു. കല്ല് വളരും. കല്ലിന്റെ വിവേകം അങ്ങനെയാണ്. മഹാന്റെ കയ്യിൽ വടി ഉണ്ടായിരുന്നു. ഞാൻ ജോലി ചെയ്ത കൊടുങ്ങല്ലൂർ സാഹിബിന്റെ പള്ളിയുടെ മുറ്റത്ത് ഒരു ഹൗദ് കാണാം, ശിലയുടെ ഹൗദ്, കല്ല. തങ്ങൾ പാപ്പ വടി കൊണ്ട് ഇങ്ങനെ വരച്ചിട്ട് അടിച്ചത് ചരിത്രമുണ്ട്. മഹാന്മാരുടെ കയ്യിൽ എപ്പോഴും ഒരു വടി ഉണ്ടാവും. മൂസ നബിയുടെ കയ്യിൽ വടി ഉണ്ടായി. ലോകത്ത് വന്നപ്പോ എല്ലാ നബിമാരും മൂസ നബി വരെ ആ വടി ഉപയോഗിച്ചവരാ. ഷുഐബ് നബിയാണ് ആ വടി മൂസ നബിക്ക് കൊടുത്തത്. വടി ഒരു വാഹനത്തിൽ വെക്കൽ സുന്നത്ത് എന്ന് ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ ഗുനിയൽ പറയുന്നുണ്ട്. ഒരു വാഹനത്തിൽ, ഒരു കാറിൽ എന്ത് വേണം? വടിയെന്നേ ഞാൻ പറഞ്ഞോളൂ, വടിവാള് അല്ല, വടിയേ. ഒരു നബിയുടെ മരണം ഖുർആൻ പറഞ്ഞു, ആ മരണം വടി കുത്തിപ്പിടിച്ച മരണമാ. ആരാണ് നബി? സയ്യിദന സുലൈമാൻ. പേടിച്ചിട്ടില്ല. ലാത്തി ചാർജുള്ള ഒരുപാട് ആളുകള്, ലാത്തി കയ്യിൽ വെച്ചിട്ട് അത് ചാർജ് ചെയ്യാൻ കഴിവുള്ള ഒരുപാട് പട്ടാളക്കാരും പോലീസുകാരും കൂടെ ഉണ്ടായിരുന്ന ഭരണാധികാരിയുടെ കയ്യിലും വടി.
ജിന്നുകൾ പറഞ്ഞു, എല്ലാം ഞങ്ങൾക്കറിയാം. സുലൈമാൻ നബിയുടെ മരണം അവരറിഞ്ഞില്ല. മഹാനവറുകൾ ആ വടി കുത്തിപ്പിടിച്ച് നിന്നുകൊണ്ട് അങ്ങോട്ട് മരിച്ചു. മരണം കഴിഞ്ഞ് ജീവനില്ലാത്ത ശരീരത്തിൽ ബന്ധിച്ചു നിൽക്കുന്ന ആ വടിയിൽ ചതല് കയറിയെന്ന് സൂറത്തുൻ നംൽ പരിശുദ്ധ ഖുർആൻ. വടി ഉണ്ടാവും. അങ്ങനെ ആദം നബി കൊണ്ടുവന്ന സ്വർഗത്തിന്റെ വിഭവമാണ് മൂസ നബിയുടെ വടി. രണ്ടാമത്തേത് ഹജറുൽ അസ്വദ് ഖാല റസൂലുള്ളാഹി. മൂന്നാമത്തേത് അൽ ഹദീദ്, ഇരുമ്പ്. ഇരുമ്പ് 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 ഭൂമിയുടേതല്ല, ഇരുമ്പ് സ്വർഗത്തിൻ്റെതാ. ഇരുമ്പിൽ ഒരുപാട് പ്രത്യേകതയുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനിലെ 114 അധ്യായത്തിൽ ഒരു അധ്യായത്തിന്റെ പേര് സൂറത്തുൽ ഹദീദ്. ഹദീദിന്റെ അർത്ഥം എന്താ? ഇരുമ്പ്. അപ്പൊ ഹജറുൽ അസ്വദ് സ്വർഗത്തിൻ്റെതാണ്. മഖാമ് ഇബ്രാഹിം സ്വർഗത്തിൻ്റെതാണ്. എന്താ മഖാമ് ഇബ്രാഹിം? മഖാമ് ഇബ്രാഹിം സാധാരണ കല്ലല്ല. കേട്ടോളൂ, കേട്ടോളൂ. മഹാനായ ഇബ്രാഹിം നബിയുടെ കാല് വെച്ചപ്പോൾ അതിന്റെ 2 അടയാളം ആ കല്ലിലുണ്ട്. സ്വർണം കൊണ്ട് അതിനെ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. സ്വർഗത്തിന്റെ ദൃഢമായ കല്ല് പോലും ആ മഹാന്റെ കാലിനോട് അലിഞ്ഞു പോയി. അത്രത്തോളം വലിയ ആദരവുള്ള കാലാണ് ആ കാല്. ത്യാഗം നിറഞ്ഞ നടത്തമാണ് ആ കാലുകൊണ്ട് നടന്നത്. ഹജ്ജിൽ എന്താ ഉള്ള പരിപാടി? നടക്കൽ തന്നെ. ഹജ്ജ് ഉംറ എന്താണ്? ഒരു 10-40 കിലോമീറ്റർ ഒരു ദിവസം അറിയാതെ നടന്നിരിക്കുക. ഹജ്ജിന് പോയവരൊക്കെ ഉണ്ടല്ലോ. ഇബ്രാഹിം നബി നടന്നതിന്റെ ആ നടത്തമല്ലാതെ അവിടേക്കൊന്നും എത്തിയിട്ടില്ല. എത്ര ഇബ്രാഹിം നബി നടന്നു? 200 വർഷം ജീവിച്ചു. എത്രയാ? ഇബ്രാഹിം നബി 200 വർഷം ജീവിച്ചു. നടത്തമായിരുന്നു. 40 വയസ്സാകുന്നതിന് മുമ്പ് പിറന്ന മണ്ണ് വിട്ടുപോകണം. ഇറാഖിന്റെ ബാബിലോൺ വിടണം. അള്ളാഹുവോട് ദുആയിരുന്നു, അള്ളാഹുവേ എനിക്ക് ഈ ബാബിലോൺ വിട്ടുപോകണം. വഖാല ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ. ഒരു കുഞ്ഞായത്താ. എന്റെ റബ്ബിന്റെ പൊരുത്തം തേടി ഞാൻ യാത്ര പോകാൻ തീരുമാനിച്ചു. സയഹ്ദീൻ. എന്റെ കയ്യിൽ ഗൂഗിൾ തരുന്ന റൂട്ടില്ല, എന്റെ കയ്യിൽ റൂട്ട് മാപ്പില്ല. ഹജ്ജിന് പോയാൽ കാണാം നമുക്ക് മിന പരിസരങ്ങളിലൊക്കെ ടെന്റിലേക്ക് എത്താൻ വഴി തെറ്റിപ്പോകും. നടന്നു വരുമ്പോ ജംറയിൽ കല്ലെറിഞ്ഞ് വരുമ്പോ വഴി തെറ്റും. അപ്പൊ കാണാം KMCC-യുടെ പ്രവർത്തകരുണ്ടാവും, വിക്കായയുടെ പ്രവർത്തകരുണ്ടാവും, SSF-ന്റെ പ്രവർത്തകരുണ്ടാവും. ഒരുപാട് പ്രവർത്തകർ ഇങ്ങനെ ഈ റൂട്ട് മാപ്പായിട്ട് ഇങ്ങനെ നിൽക്കുക. അവിടെ നിന്ന് അങ്ങോട്ട് തിരികെ ഇങ്ങോട്ട് തിരികെ എന്നൊക്കെ പറയും, ഓരോ റോഡ് നമ്പർ പറഞ്ഞിട്ട്. അള്ളാഹുവിനോട് ഇബ്രാഹിം നബി പറഞ്ഞു, എന്റെ കയ്യിൽ റൂട്ട് മാപ്പ് ഒന്നുമില്ല, നീ എനിക്ക് കാണിച്ചിരുന്ന വഴിയാണ് എന്റെ വഴി. ഞാൻ ഇവിടുന്ന് പോവാ. വയസ്സ് 40 ആയിട്ടില്ല. ഇറാഖിന്റെ ബാബിലോൺ വിടാ. എന്താണ് ഇപ്പൊ ഇവിടുന്ന് പോവാൻ കാരണം? നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ ഒരു അഭിപ്രായത്തിൽ 40 ദിവസം, മറ്റൊരു അഭിപ്രായത്തിൽ 50 ദിവസം മഹാനവറുകൾ കിടക്കേണ്ടി വന്നു. അങ്ങനെ പോവാൻ തീരുമാനിച്ചങ്ങനെ നടക്കാൻ തുടങ്ങി. ഇറാഖിന്റെ ബാബിലോൺ വിട്ടു. ബാബിലോണിൽ നിന്നും യൂഫ്രട്ടീസ് നദിയുടെ പശ്ചിമ ഭാഗമായ ഊർ എന്ന പട്ടണത്തിലായിനി ദഅവത്ത്. അവിടെയും കുറെ കാലം കഴിഞ്ഞ് അവിടുന്ന് പിന്നെ ബസ്രയിലേക്ക്, അവിടെ നിന്ന് പിന്നെ കർബലയിലേക്ക്, പിന്നെ ടൈഗ്രീസ് നദിയുടെ തീരത്തേക്ക്, അവിടെ നിന്നും പിന്നെ ഹറാൻ എന്ന നാട്ടിലേക്ക് പോയി, പിന്നെ ഫലസ്തീനിലേക്ക് പോയി. ഫലസ്തീനിൽ വരൾച്ച വന്നപ്പോൾ ഈജിപ്തിലേക്ക് വന്നു. അവിടെ നിന്നും വീണ്ടും ഫലസ്തീനിലെ ബിർസബായിൽ താമസമായി. പിന്നെയോ ആ സന്ദർഭത്തിലാണ് ഇസ്മായിൽ നബി ഉണ്ടാകുന്നത്. ആ സന്ദർഭത്തിലാണ് ഇസ്മായിൽ നബി ഉണ്ടാകുന്നത്. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടായപ്പോൾ ചില പരിഗണനകൾ ഹാജർ റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുക്കുന്നോ എന്നൊരു തോന്നൽ വന്നപ്പോൾ കുടുംബത്തിൽ ചില കശപിശ തോന്നി. ഇനി ആ കുഞ്ഞിനെ എടുത്തോണ്ട് വിട്ട് ഇനി വരുന്നത് മക്കയിലേക്കാണ്. മക്കയിൽ താമസം താൽക്കാലികം. പിന്നെ അവിടെ നിന്ന് പോകേണ്ടി വന്നു. ആയുസ്സിന്റെ അവസാനം പിന്നെയും സഞ്ചാരം തുടർന്ന് വീണ്ടും ഫലസ്തീനിലേക്ക് ഏകദേശം 200 വയസ്സ് തീർന്നു. ഈ കാല് അള്ളാഹു ആദരിച്ചു. ആ കാലം നടന്നതാ. പലപ്പോഴും ബുറാക്ക് വന്നിട്ടുണ്ട്. ആ ബുറാക്കിൽ നിന്ന് കയറാൻ അമ്പിയാക്കൾ മുഴുവൻ ഉപയോഗിച്ച വാഹനമാണ് ബുറാക്ക്. ഇബ്രാഹിം നബി നടക്കലായിരുന്നു. ഞാനൊരു അമല് പറയാം. നെയ്യത്ത് വെക്കാതെ കൂലി കിട്ടുന്ന 3 അമലുണ്ടെന്ന് പുണ്യ നബി. എല്ലാ അമലിനും നെയ്യത്ത് വെക്കണം, 3 അമലിന് നെയ്യത്ത് വെക്കണ്ട പറയട്ടെ. ഇമാം ഷൗഖാനി രേഖപ്പെടുത്തുന്നു, ഒന്നാമത്തെ അമല് നീന്തൽ പരിശീലിക്കാം. നീന്താൻ പോവാ. ഔറത്ത് മറഞ്ഞാ നന്നായിരിക്കും കേട്ടോ.
നീന്താൻ അറിയാത്ത ആൾ പരിശീലിക്കാൻ കുളത്തിൽ ചാടരുത്, മഴയൊക്കെ ഒന്നൊടിഞ്ഞ്. നീന്തൽ പരിശീലിക്കൽ നീയത്ത് വേണ്ട അമലാണ്. അതൊരു അമലാണെന്നൊരു തോന്നലുണ്ടായാൽ മതി, നീയത്ത് വേണ്ട. രണ്ടാമത്തേത് കുതിരയെ പരിശീലിപ്പിക്കാം. കുതിര രസാലേ, അത് വലിയൊരു ത്യാഗ. കുതിരയെ പരിശീലിപ്പിക്കാം. മൂന്നാമത്തേത് 2 കാര്യങ്ങളുടെ ഇടയിൽ ഒരാൾ നടന്നു പോകലെന്ന് ഖാല റസൂലുള്ളാഹി. അതായത് അമ്മിത്തറയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് വാഷിംഗ് മെഷീന്റെ അങ്ങോട്ട് ഒരു നടത്താണിത്, ഓട്ടോറിക്ഷ വിളിക്കാൻ പറ്റും. അവിടെ നിന്ന് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒന്ന് മുകളിലേക്ക് കയറാൻ ടെറസിന്റെ വെള്ളം തുണി ഉണങ്ങാനിട്ടേക്കണത്, അത് ഉണങ്ങിയിട്ടുണ്ടാവും, എടുക്കാൻ പോണേ. അപ്പോഴുണ്ട് മുറ്റത്ത് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ട്, അങ്ങോട്ട് വരണം. ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും അടുക്കളയിലേക്ക് വന്നു, അപ്പോഴാണ് കോളിമ്പല്ലടിച്ച് ഇത് ആരായിരിക്കും അങ്ങോട്ട് നടന്നു. എത്ര കിലോമീറ്റർ ഈ പെരക്കകത്ത് നടന്നു. ഈ പാർട്ടിക്ക് അള്ളാഹു ജിഹാദിന്റെ കൂലി കൊടുക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. അല്ലേ, സുബഹി കഴിഞ്ഞ് ചില ആളുകൾ നടക്കാൻ പോലുണ്ട്, ഇവിടെ ഇങ്ങനെ കണ്ടിട്ടില്ല, ഉണ്ടോ? നമ്മളോട് പറഞ്ഞു ആഴ്ചയിൽ ഒരിക്കൽ ഇറച്ചി കഴിക്കണം എന്ന് പറഞ്ഞു. ആഴ്ചയിൽ ഒരിക്കൽ ഇറച്ചി കഴിക്കണം എന്ന് പറഞ്ഞു. ഇഷ കഴിഞ്ഞ് നടക്കണം എന്ന് പറഞ്ഞു. നമ്മള് ആഴ്ചയിൽ ഒരിക്കൽ എന്ന് പറഞ്ഞ് ഡെയിലി ഉണ്ട്, എല്ലാ വീട്ടിലും ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടാവും. നടക്കുക എന്നുള്ളത് പൊതുവേ കുറഞ്ഞു. എപ്പോഴൊരു കുട്ടി നടക്കുന്നത്, അതിനെ ഗർഭിണിയായ സമയം മുതൽ വാഹനത്തിൽ ആശുപത്രി പോകും കാര്യങ്ങൾ. പണ്ട് കൊയ്യാൻ പോകുമ്പോൾ പാടത്തിന്റെ വരമ്പത്തെ പ്രസവം നടന്നത് നടക്കൽ തന്നെയായിരുന്നു. ഇത് പ്രസവിച്ചു കഴിഞ്ഞാലും പിന്നെ നടക്കല്. പിന്നെ ഇപ്പൊ ഇലക്ട്രിക് വാഹനങ്ങളായി കുട്ടികൾ പെരക്കകത്തൂടെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് LKG മുതൽ ബസ് വരും, പിന്നെ അത് കഴിഞ്ഞ് സൈക്കിളാവും, പിന്നെ എപ്പോഴാ +2 ആകുമ്പോൾ ബൈക്ക് മേടിച്ചു കൊടുക്കും. നടക്കലില്ല. മരിച്ചു കഴിഞ്ഞാൽ സന്തൂക്കിലുമാണ്, അവിടെ നടക്കലില്ല. ഒക്കെ ഇങ്ങനെ നടക്കൽ ഇല്ല. നടക്കൽ എന്നുള്ളത് വലിയ സുന്നത്താണ്. 2 ആവശ്യങ്ങളുടെ ഇടയിൽ നടന്നു പോകണം. നടക്കൽ ഇബ്രാഹിം നബി യഥേഷ്ടം നടത്തിയ ഒരു കർമ്മത്തെയാണ് ഹജ്ജ് എന്ന് പറയാ. സ്വർഗത്തിന്റെ ശില ആ കാലിൽ ഒന്ന് മുത്തം കൊടുത്തു, അതാണ് കണ്ടത്. ആ ശില അത്ഭുതമാണ്. മഖാം ഇബ്രാഹിം കാണൽ സുന്നത്ത. തവാഫ് കഴിഞ്ഞ് വന്നാൽ മഖാം ഇബ്രാഹിം കണ്ട് അതിന്റെ പിന്നിൽ 2 റക്അത്ത് നിസ്കരിക്കണം. മഖാം ഇബ്രാഹിം കാണൽ സുന്നത്താണ്. ആ കാലൊന്ന് കാണൽ സുന്നത്താണ്. ആ കാല് അടയാളം സ്വീകരിച്ചത് നമുക്കൊന്ന് കാണാൻ കഴിയും. അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, കാണല് സുന്നത്താണ്. തൊട്ടുമുത്തന്റെ മഖാം ഇബ്രാഹിം ഒന്ന് കണ്ടേക്ക് എപ്പോഴെങ്കിലും, പിന്നിൽ 2 റക്അത്ത് നിസ്കരിക്കാം. അങ്ങനെ അള്ളാഹുവിന്റെ ഖലീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അത്ഭുതത്തിന്റെ ആ കാലുകളെ ആ കല്ല് പോലും അലിവോടുകൂടെ സ്വീകരിച്ചു. ഈ കല്ല് ആ കാലഘട്ടത്തിൽ കാട്ടിക്കൂട്ടിയത് എന്താണെന്നറിയോ? കഅബയ്ക്ക് ഇന്ന് കാണുന്ന ഉയരം അള്ളാഹു നിശ്ചയിച്ച ഉയരാ. അവിടേക്ക് ആ മനുഷ്യന് ഉയരം എത്തൂല. ഒരുപാട് ഉയരമുള്ള ആളല്ല സയ്യിദനാ ഇബ്രാഹിം, ഒരുപാട് കുറുകിയ ആളുമല്ല. സ്വഹീഹ് മുസ്ലിം റഅയ്തു ഈസ ഇബ്നു മറിയം വ മൂസാ വ ഇബ്രാഹിം ഫഅമ്മാ ഈസ ജഅദുൻ അരീദു الصدر ഫഅമ്മാ ഈസ ഫഅഹ്മറു ജഅദുൻ അരീദു الصدر ഫഅമ്മാ മൂസാ فآدم جسيم قالوا وإبراهيم يا رسول الله انظروا إلى صاحبكم يعيني نفسه قال رسول الله صحيح مسلم. ഞാൻ ഈസ നബിയെ കണ്ടു, മൂസ നബിയെ കണ്ടു, ഇബ്രാഹിം നബിയെ കണ്ടു. ഈസ നബി മുടി ചുരുണ്ട് രക്തം പൊടിയാം വിധങ്ങനെ ചുവന്ന് തുടുത്തിരിക്കുന്ന ആൾ, ഒന്ന് ഞൊട്ടിയ ചോര പൊടിയുന്ന അത്രയും വെളുപ്പും ചുവപ്പ സയ്യിദനാ ഈസ. മഹാനായ മൂസ അലൈഹിസ്സലാം അത്ര വെളുപ്പല്ല എന്ന വെളുപ്പാണ്. ശരീരം നല്ല ദൃഢമാണ്, നല്ല രോമമുള്ള ശരീരം, സ്പ്രിങ് പോലത്തെ രോമം, 2 കോട്ടൊക്കെ ധരിച്ചിരിക്കുന്നത്, നല്ല ആകാര ഭംഗി, നല്ല വലിപ്പം. ഈ ഭാഗമൊക്കെ ചുമലിന്റെ ഭാഗമൊക്കെ നല്ല വിടർന്നിരിക്കുന്ന മനുഷ്യനാ സയ്യിദനാ മൂസ. കൈ നല്ല വിശാലതയാണ്. 3 ആളെ കണ്ടു എന്നാ പറഞ്ഞത്, 2 ആൾ എങ്ങനെയാന്ന് പറഞ്ഞു. 3-മത്തെ ആളെ പറഞ്ഞില്ല. ഖാലു, സ്വഹാബികൾ കുറെ പേരുണ്ടായി. എല്ലാരും ചോദിച്ചു വ ഇബ്രാഹിം യാ റസൂലുള്ളാഹ്, ഇബ്രാഹിം നബി എങ്ങനെയാ? ഉൻദുറു ഇലാ സ്വഹാബിക്കും, ഇങ്ങോട്ടൊന്ന് നോക്കിയേ. യഅനി നഫ്സഹു, ഞാൻ എങ്ങനെയോ അങ്ങനെയാ ഇബ്രാഹിം. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പൊക്കം കൂടുതലുമില്ല, കുറവില്ല. കഅബ പണിതുകൊണ്ടിരിക്കുക. പടവ് തീരണമെങ്കിൽ അള്ളാഹു നിശ്ചയിച്ചൊരു ഉയരമുണ്ട്, അവിടേക്ക് പൊങ്ങണം. എങ്ങനെ പൊങ്ങും?
അപ്പോഴുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്നും ഒരു കല്ല് കൊണ്ടുവന്നു. ആ കല്ലിൽ കേട്ടോളൂ, മഹാനവറുകൾ കയറി നിന്നപ്പോൾ അതിന്റെ മുകളിൽ കയറി നിൽക്കും. എന്നിട്ട് കല്ലുകൾ ഓരോ ഇഷ്ടികകൾ വെച്ചുകൊടുത്ത് കഅബയെ ഉയർത്തി ആ ചുമരിന് ഉയരം കൂട്ടി. ഒരു ഭാഗത്തെ ചുമരിന്റെ ഉയരം പൂർണ്ണമാകുമ്പോൾ ഇബ്രാഹിം നബി ആ കല്ലിന്റെ മുകളിൽ തന്നെയാ നിൽക്കുന്നത്. ആ കല്ലുണ്ടല്ലോ ഇങ്ങനെ ലിഫ്റ്റ് പോലെ മുകളിലേക്ക് പൊങ്ങും, ആവശ്യാനുസരണത്തിന് പൊങ്ങിക്കൊടുക്കും. ഒരു ഭാഗം ചുമര് തീരുമ്പോൾ ആ കല്ല് അടുത്ത ദിശയിലേക്ക് തനിയെ പറക്കും. പറന്ന കല്ലാണത്. കഅബ നിർമ്മിക്കാൻ ഇത് രേഖപ്പെടുത്തിയത് ഇബ്നു തൈമിയയുടെ ശിഷ്യൻ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിലാണ്. അപ്പൊ ഇനിയിപ്പോ ഇത് സമസ്തക്കാരോ സുന്നിക്കാരോ പറഞ്ഞൊന്നും വേണ്ട. ഈ കല്ല് ഇബ്രാഹിം നബി നിന്ന കല്ല് അതിങ്ങനെ അന്തരീക്ഷത്തിലൂടെ പറന്ന കല്ല്. ആ കല്ലാണ് മഖാം ഇബ്രാഹിം. ഒന്ന് കാണണ്ടേ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കാണല് സുന്നത്താ.